സത്യന്റെ സിംഹാസനം അലങ്കരിക്കാൻ വേറൊരു നടൻ വന്നിരിക്കുന്നു നമ്മുടെ മലയാള കരയിൽ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നവരെല്ലാം ഒന്നടങ്കം, അതായത് കോളേജിൽ ലെക്ചറായിട്ട് പോകാൻ ഒരുങ്ങിയിരുമ്പോൾ യാദൃച്ഛികമായിട്ട് ഇദ്ദേഹത്തിനെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുക. നിരവധി വിജയിച്ച മലയാള സിനിമകൾ അന്ന് ഇവര് രണ്ടുപേരും അഭിനയിക്കുന്ന സിനിമകളെ ഉള്ളായിരുന്നു. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയിൽ പ്രേംനസീറായിരുന്നു ഹീറോയെങ്കിലും അതിനകത്ത് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇന്ന് ലോകം അറിയപ്പെടുന്ന ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ. കാരണം അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല, എനിക്ക് അദ്ദേഹത്തിനെ അറിയത്തില്ല. പരസ്യം ഇനി രഹസ്യമല്ല. ഒരാശയം തുടങ്ങുമ്പോൾ മുതൽ അത് ലോകം കാണുന്നത് വരെ. ലാൽജി, അഡ്വർടൈസേഴ്സ് ആൻഡ് പ്രിന്റേഴ്സ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 57 EMS മിനിസ്ട്രി ഉള്ള കാലത്ത് വിമോചന സമരം കേരളത്തിലുണ്ടായി. കാരണം EMS മിനിസ്ട്രിയെ താഴെ ഇറക്കാൻ വേണ്ടി എല്ലാവിധ ആളുകളും എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന്, ഇടതുപക്ഷം ഒഴിച്ച് ബാക്കി സകല പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ട് വിമോചന സമരം ഉണ്ടാക്കി. ആ സമരത്തിന് ഒരു തീരുമാനമെടുത്തു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു നേതാവിൻ്റെ നാടകം നടത്തണമെന്ന് തീരുമാനിച്ചിട്ട് ശ്രീധരനായർ സാറിനെ പോയി സമീപിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേരിൽ ജയശ്രീ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി. അതിനകത്ത് വേലുത്തമ്പി ദളവ എന്നുള്ള നാടകമാണ് അവതരിപ്പിച്ചത്. വേലുത്തമ്പി ദളവ എന്നുള്ള നാടകം അവതരിപ്പിച്ചപ്പോൾ വേലുത്തമ്പിയായിട്ട് അതികായനായ കൊട്ടാരക്കര ശ്രീധരൻ നായർ തന്നെയാണ് അഭിനയിച്ചത്. കേരളത്തിൽ ഉടനീളം ഓരോ ജില്ലയിലും 10-15 നാടകങ്ങൾ, വിമോചന സമര മീറ്റിങ്ങുകളുള്ളപ്പം മീറ്റിങ്ങുകൾ കഴിഞ്ഞ് പ്രസംഗങ്ങളും കഴിഞ്ഞിട്ട് സമരാഹ്വാനവും കഴിഞ്ഞിട്ട് അടുത്തത് വേലുത്തമ്പി ദളവ കൊട്ടാരക്കര ശ്രീധരൻ നായരിന്. അലനാഴിക നേരത്തിലെ കുഞ്ഞോനാച്ചൻ എന്ന് പറയുന്ന മഹൽ വ്യക്തിയെ, ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞ്, അതുപോലൊരു കഥാപാത്രത്തെ നമുക്ക് പിന്നീട് കാണാൻ കിട്ടിയിട്ടില്ല. അത്ര മനോഹരവും ഭയാനകവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന, അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളൊരു മഹാനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ. അദ്ദേഹവും ഞാനുമായിട്ട് കൂടിയിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗമായിട്ടാണ് അദ്ദേഹം എന്നെ കണ്ടിരുന്നത്. ഗായത്രി എന്ന പടത്തോടുകൂടി തന്നെ സോമൻ കേരള ജനതയുടെയും മലയാള തമിഴ് സിനിമാ വേദിയിൽ ഒരു ചർച്ചാ വിഷയവും ഒരു സംസാര വിഷയവുമായി. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നവരെല്ലാം ഒന്നടങ്കം സത്യൻ്റെ സിംഹാസനം അലങ്കരിക്കാൻ വേറൊരു നടൻ വന്നിരിക്കുന്നു നമ്മുടെ മലയാള കരയിൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സോമൻ്റെ ഉഗ്രമായ ഫോട്ടോകളും ധാരാളമായിട്ട് വന്നു. ആ കാലഘട്ടത്തിൽ സോമനെ പോലെ തന്നെ മലയാള സിനിമയിൽ കടന്നു വന്നൊരു നടനാണ് സുകുമാരൻ. അദ്ദേഹം വിദ്യാസമ്പന്നനായിരുന്നു. അദ്ദേഹം അധ്യാപകനായിട്ട്, അതായത് കോളേജിൽ ലെക്ചറായിട്ട് പോകാൻ ഒരുങ്ങിയിരുമ്പോൾ യാദൃച്ഛികമായിട്ട് ഇദ്ദേഹത്തിനെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം സിനിമയിൽ വന്നു കഴിഞ്ഞ് സിനിമാ ജീവിതം മതി എന്ന് തീരുമാനിച്ച് അധ്യാപന ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ ആ കാലഘട്ടം വന്നപ്പോൾ സോമൻ സുകുമാരൻ ഒരുമിച്ചും, സോമൻ ഹീറോ ആയിട്ടും സുകുമാരൻ ഹീറോ ആയിട്ടും നിരവധി വിജയിച്ച മലയാള സിനിമകൾ അന്ന് ധാരാളമായിരുന്നു. അന്ന് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന സിനിമകളെ ഉള്ളായിരുന്നു. കാരണം സോമൻ നസീർ സാറിൻ്റെ കാലം തൊട്ട്, അതായത് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയിൽ പ്രേംനസീറായിരുന്നു ഹീറോയെങ്കിലും അതിനകത്ത് സിനിമ കണ്ടിറങ്ങുമ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ മകനകത്ത് സോമനെയാണ് എല്ലാവരും സ്മരിക്കുന്നത്. കാരണം സോമനാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ. അതിഗംഭീരമായ അഭിനയമായിരുന്നു. അങ്ങനെ നിരവധി സിനിമകളിലൂടെ, ചട്ടക്കാരി, അങ്ങനെ സോമൻ്റെ പടങ്ങൾ പറഞ്ഞാൽ ധാരാളം പടങ്ങൾ, ഇതാ ഇവിടെ വരെ എന്ന് IV ശശി സംവിധാനം ചെയ്ത പടത്തോടു കൂടിയാണ് സോമൻ മലയാള സിനിമയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അങ്ങനെ സോമൻ സുകുമാരനും കൂടി ഒരുമിച്ച് അഭിനയിക്കുകയും തനതായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുകയും ചെയ്ത് സോമനും സുകുമാരനും രണ്ടുപേരും
ആയി മലയാള സിനിമയുടെ നായകന്മാർ. അന്ന് ഞാൻ അഭിനയിച്ച 11 സിനിമകളിൽ എനിക്ക് ഏറ്റവും തൃപ്തിയുള്ളതും ദീർഘമായിട്ട് എനിക്ക് വേഷങ്ങളുള്ളതുമായ ഒരു സിനിമയായിരുന്നു രാജീവ് നാഥ് സംവിധാനം ചെയ്ത തീരങ്ങൾ. രാജീവ് നാഥ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡുകൾ 2 പ്രാവശ്യം മലയാള സിനിമയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് തീരങ്ങൾ, തണൽ. ആ സിനിമയിൽ കുട്ടനാട്ടുകാരനായ ഒരു കർഷകനായിട്ട് അഭിനയിക്കുകയും മല്ലിക എൻ്റെ മകളായിട്ട് അഭിനയിക്കുകയും ചെയ്യുകയും ഏറ്റവും നല്ല ഒരു വേഷമായിരുന്നു ഞാൻ അന്ന് ചെയ്ത. ആ കഥാപാത്രം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ്. അത്ര നല്ല വേഷവും നല്ല സംവിധാനവും എല്ലാം. അതിന് അവാർഡ് കിട്ടിയതാണ്. അവാർഡ് കിട്ടിയ സിനിമയാണ് തീരങ്ങൾ. തണലിനകത്ത് ആ സോമന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് സോമന് കിട്ടുന്ന അന്ന് ആൻ്റണി സാറാ കേരളത്തിലെ മുഖ്യമന്ത്രി. ആ കാലഘട്ടത്തിലാണ് സോമന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. കോഴിക്കോട്ട് വെച്ചായിരുന്നു. ഞാനും സോമനും ഞങ്ങളെല്ലാവരും കൂടെ ഇതിന് സഹകരിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ NG സോമന് പടം കുറയുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് മറ്റ് മാർഗങ്ങൾ തേടി ഇങ്ങ് പോരുകയുമായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീടിനോട് ചേർന്ന് ഒരു മിൽമ ബൂത്ത് തുടങ്ങിയത്. അപ്പോൾ അത് ഒരുവിധം അന്നത്തെ കാലഘട്ടത്തിൽ ഈ മിൽമയ്ക്ക് ചില നിബന്ധനകളുണ്ട്. ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിലെ ഈ ബൂത്ത് കൊടുക്കത്തുള്ളൂ. അങ്ങനെ ധാരാളം പാക്കറ്റ് മിൽമ പാൽ വിറ്റ് ഞാൻ കഴിഞ്ഞു വരികയാണ്. അന്നേരമാണ് എൻ്റെ മനസ്സിൽ ഉത്ഭവിച്ചത്, ഒരു നല്ല രീതിയിലുള്ള മോരും വെള്ളം കൊടുത്താൽ എന്താ എന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ മോരും വെള്ളത്തിന് മിസൈൽ എന്നുള്ള പേരിൽ നല്ല രീതിയിൽ മോരും വെള്ളം കൊടുക്കാനും തുടങ്ങി. കാരണം 1/2 ഗ്ലാസ് തൈരെടുത്ത് അതിനകത്ത് അച്ചാർ വിട്ട്, ഉപ്പ് വിട്ട്, സോഡ പൊട്ടിച്ചൊഴിച്ച് മോരും വെള്ളം ആദ്യ കാലഘട്ടത്തിൽ ഞാനാണ് ഉദ്ഘാടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഇതറിയത്തില്ല, വെള്ളം ഒഴിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സോഡ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പതയും ഞൊരയെല്ലാം കൂടെ കൊണ്ടുവന്ന് ഓരോരുത്തർ പറഞ്ഞു, ചേട്ടാ ഇത് ഒരുമാതിരി മിസൈൽ പോലാണല്ലോ കിളന്നു വരുന്നതെന്ന്. അങ്ങനെയാണ് ആ മോരും വെള്ളത്തിന് മിസൈലെന്ന് പേരിട്ടത്. ധാരാളമായ രീതിയിൽ ആ മോരും വെള്ളവും നാരങ്ങാ വെള്ളവും എല്ലാം വിറ്റു പോവുകയും അങ്ങനെ ആ കട ഇന്നും നിലവിലുണ്ട്. അങ്ങനെ ദീർഘമായിട്ടുള്ള 10 വർഷക്കാലത്തോളം ഞാൻ കട നടത്തി കുട്ടികളെ വളർത്തി ഇങ്ങനെ കലാലോകവുമായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു. ഇനിയും കലാലോകത്ത് വരുന്നില്ല, ഇല്ലേ നാടകലോകത്ത് പോകുന്നതിൽ വീട്ടുകാർക്കൊക്കെ അപ്പോഴത്തേക്ക് ഒരു അതൃപ്തി വന്നു. അതുകൊണ്ട് തിരിച്ച് പലരും എന്നെ വന്ന് ക്ഷണിച്ചെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വളർന്നു വരുമ്പം നാടകക്കാരൻ്റെ മോന് മക്കളാണ് അങ്ങനൊരു എന്തോന്ന് വരുമെന്നൊക്കെ വീട്ടിലൊരു പൊതുവെ ഒരു ചർച്ച വന്നു. ശരി എന്നാൽ പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ ഈ കട തുടങ്ങിയത്. അപ്പോൾ അത് ദീർഘമായിട്ടൊരു 10 വർഷം നിന്നപ്പോൾ തിരുവല്ലയിലുണ്ടായിരുന്ന ഇന്ന് മഹാനായ ഇന്ന് ലോകം അറിയപ്പെടുന്ന ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം സംവിധായകനായത് കാഴ്ച എന്ന് പറയുന്ന സിനിമയോട് കൂടിയാണ്. ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് എന്നെ വന്ന് ക്ഷണിക്കുകയും, കാരണം അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല, എനിക്ക് അദ്ദേഹത്തിനെ അറിയത്തില്ല. ഒരു ദിവസം എൻ്റെ അടുക്കൽ സമീപിക്കുകയും ബാസ് ചേട്ടനല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എൻ്റെ പേര് ബ്ലസ്സി എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് പടത്തിന് സഹസംവിധായകനും അസോസിയേറ്റായിട്ടും അസിസ്റ്റൻ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്വന്തമായ ഒരു പടം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ സഹായിക്കുകയാണ്. അദ്ദേഹമാണ് നമ്മുടെ കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്ന നൗഷാദ്. അവർ തമ്മിൽ വളരെ വർഷത്തെ ബന്ധങ്ങളും കോളേജ് ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സംരംഭമായിട്ട് ഇദ്ദേഹം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് അദ്ദേഹം ഒരു ധാരണയിലെത്തുകയും വലിയ സാമ്പത്തികമില്ലാതെ എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ മമ്മൂട്ടി സാറാണ് അതിനകത്തെ പ്രധാന വേഷം. ആ കഥ ബ്ലസ് സാറ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഈ കടയൊക്കെ ആയപ്പിന്നെ എനിക്ക് ഈ കലാലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ 5-10 വർഷമായിട്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. എന്നാലും ചേട്ടനോട് ഡയലോഗൊക്കെ പറയല്ലേ, ഞാൻ പറയാനൊക്കെ പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, അത് മതി, ബാക്കി ഞാനല്ലേ ഉള്ളത്. അപ്പോൾ എൻ്റെ ഭാര്യ വന്നു എന്നെ ഉണ്ണാൻ പാമ്പിടാൻ. അപ്പോൾ അവൾ ചോദിച്ചത് എന്താ? അമൃത സിനിമ ഏതാണ്ടൊക്കെയാ, എങ്ങനെ പോകാൻ? അവളെ പറഞ്ഞു പോയാലെന്താ, ഇവിടെ വന്നോല്ലയോ, പറഞ്ഞോല്ലയോ, എടുത്തോല്ലയോ എന്നും പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹമായിട്ട് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ശരി സാർ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചങ്ങനാശ്ശേരിയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഞങ്ങളവിടെ ചെന്നു. ആദ്യത്തെ ഫസ്റ്റ് ഷോട്ട് കാഴ്ച എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അന്ന് അളകപ്പൻ എന്ന് പറയുന്ന വലിയ പ്രസിദ്ധനായ ക്യാമറാമാനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ബ്ലിസാറ് ആദ്യമായിട്ട് എടുക്കുന്നത് എൻ്റെ ഒരു ഷോട്ടാണ് അതിനകത്ത്, കാഴ്ചക്കകത്ത്. അപ്പോൾ കാഴ്ച ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ വിജയത്തിന് ശേഷം അദ്ദേഹം 8 സിനിമകൾ, തന്മാത്ര, പളുങ്ക്, കൽക്കട്ട ന്യൂസ്, ഭ്രമരം, പ്രണയം, കളിമണ്ണ, ആടുജീവിതം, ഈ 8 പടത്തിനകത്തും അഭിനയിച്ച ഒരേ ഒരു നടൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. ഇനി 9ാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്നെ വിളിച്ചേക്കും, എന്തെങ്കിലും ഒരു ചെറിയ സീൻ എനിക്ക് തന്നേക്കും. കാഴ്ച കഴിഞ്ഞ് ഞാൻ യാതൊരു പ്രതീക്ഷയില്ലാതിരുന്നപ്പോഴാണ് തന്മാത്രയ്ക്കകത്ത് എന്നെ വിളിച്ചത്. തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുമ്പോഴാണ് മോഹൻലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കേണ്ടിയെന്ന് അറിഞ്ഞപ്പം എനിക്കങ്ങ് അതിശയവും ഭയവും ഉണ്ടായി. കാരണം അദ്ദേഹം ആരാ, ഞാനാരാ. ഏതായാലും എനിക്ക് NG സോമനുള്ള കാലം തൊട്ട് മോഹൻലാൽ സാറിനെ പരിചയമാണ്. കാരണം അദ്ദേഹം ഒരുമിച്ച് അവർ അഭിനയിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് ഞാനും ആ ബന്ധത്തിൽ ഉള്ളതുകൊണ്ട് എന്നെ അദ്ദേഹത്തിന് അറിയാം. ആ ചേട്ടനാണോ എൻ്റെ കൂടെ അഭിനയിക്കുന്നതെന്ന് എന്നെ കണ്ടോണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വലിയ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് തന്മാത്രയിൽ അഭിനയിക്കുന്നത്. അതിനകത്ത് ഞാനൊരു വാച്ച്മാനായിട്ടാണ്, ഒരു എക്സ് സർവീസ് വാച്ച്മാനായിട്ടാണ് അഭിനയിച്ച്. നന്നായിരുന്നു, 3-4 സീനുണ്ടായിരുന്നു, അഭിനയിച്ചു. അത് കഴിഞ്ഞാണ് പളുങ്ക്, അത് മമ്മൂട്ടി സാറായിരുന്നു. അതിനകത്ത് മമ്മൂട്ടി സാറിൻ്റെ അയൽവക്കത്തെ ഒരു കൃഷിക്കാരനായിരുന്നു. അത് ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ലോൺ എടുക്കുകയും പഠനശേഷം അവന് ജോലി കിട്ടി, അവന് ഭാര്യയുമായിട്ട് താമസം മാറ്റി ഈ ലോൺ പെൻഡിങ്ങിൽ വരികയും അത് എൻ്റെ വീട്ടിലൊരു ജപ്തി ചെയ്യാനായിട്ടുള്ളൊരു അവസരം വന്നു. അങ്ങനെ ഞാൻ ഇവനെ അന്വേഷിച്ച് പോവുകയും അങ്ങനെ മരണപ്പെടുകയുമാണ്. ആടുജീവിതത്തിൽ പൃഥ്വിരാജ് ആണ് ഹീറോ എന്നുള്ളത് ഞാൻ ഷൂട്ടിംഗ് സമയത്താണ് അറിയുന്നത്. കാരണം അതിന് വർഷങ്ങൾക്ക് മുമ്പ് ജയരാജ് സാർ സംവിധാനം ചെയ്ത് ദൈവനാമത്തിൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് വളരെ പയ്യനായിരുന്നു പൃഥ്വിരാജ്. അപ്പോൾ അതിനകത്ത് ഈ ഒന്നും അറിയാൻ വയ്യാതെ ക്രൂശിക്കപ്പെട്ട തടവുകാരനായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിച്ചത്. ഞാൻ ആ പടത്തിലെ ജയിൽ സൂപ്രണ്ടായിരുന്നു. ഈ ജയിലിലെ അദ്ദേഹത്തിനെ തടവിലാക്കിയിരിക്കുന്ന ജയിലിലെ ജയിൽ സൂപ്രണ്ടായിരുന്നു. അത് സാത്വികനായ ഒരു ജയിൽ സൂപ്രണ്ടായിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മുസ്ലിം വേഷമായിരുന്നു, അൻവർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ഭാര്യ ഇറച്ചി അപ്പവുമായിട്ട് അവിടെ വരുന്നു. വന്നപ്പം വാർഡൻ പറഞ്ഞു പോലീസ് അദ്ദേഹത്തിൻ്റെ സൂപ്രണ്ടിനെ കണ്ടിട്ടേ പാനപ്പത്തുള്ളൂ. അപ്പോൾ എന്നെ വന്ന് ആ കുട്ടി സമീപിച്ചു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഇക്കായുടെ പിറന്നാളായിരുന്നു, ഈ ഇറച്ചിയും പത്തിരിയൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് കൊടുക്കാൻ അനുവദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു കുട്ടിക്ക് അറിയത്തില്ലയോ, ജയിലിനകത്ത് പുറത്തുനിന്ന് ഒരു സാധനവും തടവുകാർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ അഥവാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്, നിബന്ധനകളുണ്ട്. അതൊന്നും കുട്ടിയെ കൊണ്ട് സാധിക്കാനോ അതിന് മേളിൽ പോയി സ്വാധീനം ചെലുത്താനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് വലിയ വ്യഥപ്പാടാന്ന് പറഞ്ഞു. എന്ന രീതിയിൽ വലിയ ഒരാഗ്രഹമാണ്. അദ്ദേഹത്തിനെ എനിക്കൊന്ന് കാണാൻ പോലും സാധിക്കുന്നില്ലല്ലോ. ഇല്ല എന്ന് പറയും. ഞാൻ ജയിലിൽ ചെന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ്, അൻവറിനെ ഇങ്ങനെ ഭാര്യ അന്വേഷിക്കുന്നു, ഇന്നതാ, എനിക്കാരെയും കാണണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നത് കടുവ എന്ന് പറയുന്ന ഷൂട്ടിങ്ങിലാണ്. അതിനകത്ത് എനിക്കൊരു നല്ല വേഷമായിരുന്നു, ഒരു കടക്കാരനായിട്ട് ഉള്ള നല്ല വേഷം, ഇവർ തമ്മിലുള്ള സീനുകളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ആടുജീവിതത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ എന്നോട് ചേട്ടൻ എല്ലാ പടത്തിലും ഇപ്പോൾ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ആരെയും വിളിക്കും, ചെറിയ വേഷങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും, നമുക്ക് വലിയ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആടുജീവിതത്തിൽ അതിമനോഗംഭീരമായിട്ടും അതിമനോഹരമായിട്ടും അവതരിപ്പിച്ച ഒരു നടനാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജിനോട് ഞാൻ പറഞ്ഞു, ഞാൻ സുകുമാര സാറിൻ്റെ കൂടെയും മല്ലികയുടെ കൂടെയും രണ്ടുപേരുടെ കൂടെ, അതായത് അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് നടനാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലേ തൊട്ടു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു എൻ്റെ മകനെ പോലെ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷം. ആ സുഹൃത്ത് ബന്ധം ഇന്നും പുലരുന്നു. പണിമുടക്കെന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഇന്ന് കാണുന്ന യാതൊരു വിധമായ സാങ്കേതിക സംവിധാനങ്ങളും ഇല്ലായിരുന്നു. ആകപ്പാടെ ഒരു ചെറിയ ക്യാമറയും ഒരു ചെറിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും ആ താരങ്ങളെ എല്ലാം ഈ ഒരാൾ വേണം മേക്കപ്പ് ചെയ്ത് തീർക്കാനായിട്ട്. അത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൻ്റ് പോലും ഇല്ല. കാരണം അന്നത്തെ ആ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അങ്ങനെ സിനിമ നടക്കാനും എടുക്കാനും പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്
ഇന്നത്തെ കാലഘട്ടത്തിൽ 3ഉം 4ഉം ക്യാമറകൾ, 4ഉം 5ഉം മേക്കപ്പുകാർ, അങ്ങനെ എല്ലാ വിധത്തിലും ഉള്ളതിൽ അന്നുള്ളതിൻ്റെ 3 ഇരട്ടി ആളുകളാണ് ഈ സിനിമയിൽ സഹകരിക്കുന്നത്. അതുതന്നെ ഇന്ന് ഓരോ സൂപ്പർ താരങ്ങൾക്കും സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റും സ്വന്തം കോസ്റ്റ്യൂമറും സ്വന്തമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. നാടകത്തിൽ നിന്ന് ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ഉത്ഭയം ഉണ്ടായിരുന്നു. നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണോ സിനിമയിൽ അഭിനയിക്കേണ്ടത്, അതോ സിനിമയിലെ അത്രയും നമ്മുടെ ചലനങ്ങൾ കാണിക്കണോ, അതോ അതിൻ്റെ ആ പ്രേക്ഷകൻ അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളും എന്നൊക്കെ ഉള്ളൊരു ഉത്ഭയം ഉണ്ടായിരുന്നു. എന്നുവെങ്കിലും മഹാനായ പി.എൻ. മേനോൻ സാർ പറഞ്ഞു, നാടകത്തിൽ നമ്മളെല്ലാം അതിഭാവുകത്വമാണ് കാണിക്കുന്നത്. കാരണം അതിനുദാഹരണം എന്നോട് പറഞ്ഞു, എന്നെ ചേട്ടൻ നോക്കുന്നെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ പോരായോ, നാടകത്തിൽ അത് പറ്റത്തില്ല. ആ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നാടകത്തിൽ അങ്ങനെ നോക്കുകയും എടുക്കുകയും പിടിക്കുകയും ചലനങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം അങ്ങ് ദൂരെ ഇരിക്കുന്ന പ്രേക്ഷകന് നമ്മളുടെ എന്തെങ്കിലും ചലനം കാണണമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ വേണം. സിനിമയ്ക്കത് വേണ്ട. അതിഭാവത്വം കാണിച്ചാൽ അത് ഓവറാകും, അത് ഓക്വേർഡാകും. സിനിമയ്ക്ക് നോക്കുന്നെങ്കിൽ ഒരു ചെറിയ ചലനം ഇങ്ങനെ മതി. ആ നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നാടകവും സിനിമയുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾക്കൊരു സിനിമയിലെ ക്യാമറയെ ഫേസ് ചെയ്ത് അഭിനയിച്ച് കഴിഞ്ഞ് അത് കാണുമ്പോഴാണ് അതിലുള്ള അപാകതയോ പാകതയോ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പരിചയം കൊണ്ട് മാത്രമേ സിനിമയിൽ അഭിനയിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കൂ. ആദ്യമായിട്ട് കേരളത്തിന് ഒരു നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്തത് PJ ആൻ്റണിയാണ്. അതുകൊണ്ടാണ് തിലകൻ കൂടുതലും ആ കാലഘട്ടത്തിൽ സിനിമയിൽ ശോഭിക്കാതെ പോയത്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ നാടകവേദിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടകവും അത് കൊള്ളാമല്ലോ. കാഴ്ച, മകൾക്ക് ദൈവനാമത്തിൽ, അച്യുതമ്മ, ആലിസിൽ വണ്ടർലാൻഡ്, തസ്കരവീരൻ, ചെതറിയവർ, തന്മാത്ര, രസതന്ത്രം, അശ്വാരൂഢൻ, ആനന്ദം, ആനന്ദഭൈരവി, പളുങ്ക്, കൽക്കട്ട ന്യൂസ്, ഓഫ് ദ പീപ്പിൾ, തനിയെ, സ്വർണം, വൈരം,